ഉംറ ലഭിച്ചതാകുന്ന ഒരു നേട്ടം നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ ഉപകരിക്കുന്നതാണ് സുബഹി കഴിഞ്ഞ് ഉദയം വരെ ദിക്ർ. ഈ മഹാൻ്റെ ചാരത്ത് വെച്ചുകൊണ്ട് ഞാൻ എല്ലാവരോടും എന്നോടും നിങ്ങളോടും ഉണർത്താണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സമയം, കാരണം ഇപ്പോൾ പ്രായം വളരെയേറെ അധികരിച്ചു, 30-40 കഴിയാത്തവരാരും ഈ സദസ്സിലില്ല. താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചു. എല്ലാ കാര്യങ്ങളും നമ്മൾ നടപടിയാക്കി, വീടിൻ്റെ കാര്യത്തിനോടി, മക്കളുടെ കാര്യത്തിനോടി, മരുമക്കളുടെ കാര്യത്തിനോടി, വേരമക്കളുടെ കാര്യത്തിനോടി. ഇനിയെങ്കിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരല്പസമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഈ മഹാന്മാരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് മുഴുവൻ സഹോദര സഹോദരിമാരോടും നമ്മുടെ റോഹബാൻ കുടുംബാദികളോടും എല്ലാവരോടും ഉണർത്താനുള്ളത്, നമ്മളൊക്കെ ദാക്കിരീങ്ങളായി വരണം. വദാക്കിരീൻ അല്ലാഹ് കസീറൻ വദാക്കിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ. അള്ളാഹുവിനെ സദാസമയം ഓർക്കുകയും ദിക്റിലായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വർണ്ണമായ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. അത് എന്താണെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമൻ. പാവമോചനവും കിട്ടും, വലിയ പ്രതിഫലവും അള്ളാഹു കിട്ടും. ആ വലിയ പ്രതിഫലം എന്ന് പറയും നേരിട്ട് ഇൻഷാ അല്ലാഹ് കണ്ടറിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ജീവിതത്തിൽ അദ്ദേഹത്തോളം സൂക്ഷ്മത വെച്ച് ജീവിച്ചതാകുന്ന മഹാന്മാരുടെ തിരുസവിധത്തിൽ നമുക്കെത്താൻ അള്ളാഹു അവസരം നൽകി. അവരുടെ ശേഖാണ് സരിയു സഹത്തി റളിയല്ലാഹു അൻഹു ഈ ചാരത്തടങ്ങിയിരിക്കുന്നത്. സ്വന്തം ഉസ്താദിൻ്റെ കാൽപാദങ്ങൾ അത്രത്തോളം പിന്തുടർന്നുകൊണ്ടാവണം അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ വന്നുകൊണ്ട് കിടക്കാൻ, തലവെച്ച് കിടക്കാനുള്ള ഒരവസരം അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കും. അപ്പോൾ അവർ തമ്മിലുള്ള എത്രത്തോളം ആത്മീയമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് അലിഫ് പഠിപ്പിച്ചെന്ന ഉസ്താദുമാരെ കാണുമ്പോൾ അല്ല അവരെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. കാരണം നമ്മളെ ഇന്ന് ഖുർആൻ ഓതാൻ പ്രാപ്തനാക്കി ദിക്റിൻ്റെ വഴിയിലേക്ക് വിട്ടത്, ഇറാഖിൻ്റെ ഈ മണ്ണിൽ പ്രവിശാലമായി മക്കാമിൻ്റെ തിരുസവിധത്തിൽ നമ്മൾ എത്താനും കാരണം അന്ന് നമുക്കൊരക്ഷരം കുറിച്ചതിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ അവരെയൊക്കെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുക, ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്താൻ കാരണമായിത്തീരും. അള്ളാഹുവിൻ്റെ വഴിത്താരയിലേക്ക് പറഞ്ഞുവിട്ട പ്രിയപ്പെട്ട എല്ലാ ഉസ്താദുമാർക്കും അലിഫ് എന്ന അക്ഷരം കുറിച്ചെന്ന ആലിമീങ്ങളടക്കം നമ്മുടെ മദ്രസയിലുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആലിമീങ്ങൾക്കും മഹല്ലിൽ നമുക്ക് സേവനം ചെയ്തുകൊണ്ട് ഖിദ്മത്ത് ചെയ്തവർക്കും ദീനിൻ്റെ അറിവുകൾ നമുക്ക് വാദാനങ്ങൾ തുറന്നു തന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ മക്കാമിൻ്റെ പരിസരത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാണ്. അള്ളാഹു എടുത്ത് എല്ലാവരുടെയും ദറജ ഉയർത്തട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉസ്താദിനെ അത്രയേറെ ക്ഷീണിച്ചതിൻ്റെ, അത്രയേറെ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണത്താൽ പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഹിദായത്ത് കിട്ടി, തൊട്ട് ചാര വന്നുകൊണ്ട് കിടക്കാനുള്ള അവസരം കിട്ടി. സിരീ സഹത്തി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ചെറിയൊരു ചരിത്രം പറഞ്ഞു